നമ്മൾ യാദൃശ്ചികമായിട്ട് കാഞ്ഞിരപ്പള്ളിയും കൂടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു കിസാൻ കാർണിവൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നറിയാം. കൈക്കോട്ടും ചിലുങ്കയും എന്ന പേരിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ഇൻഫം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഇനാഗുറേഷൻ പ്രോഗ്രാമായിരുന്നു അന്ന് നടന്നത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP സാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കർഷകരാണ് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ AI, ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. കൂടാതെ താങ്ങുവില കർഷകന്റെ അവകാശമായി മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കർഷകർക്ക് വിള ഇൻഷുറൻസും താങ്ങുവിലയും ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല, മറിച്ച് കർഷകന്റെ നിയമപരമായ അവകാശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിസ്മയകരമായിട്ടുള്ള കാർഷിക വിപ്ലവം പക്ഷെ കൃഷിക്കാരൻ എന്നും വേദനയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങൾ ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്ത് വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളെ പറ്റി നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. ഇതിനൊക്കെ എന്ന് ഇവർക്കൊരു മോചനം ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യചിഹ്നവുമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ കേട്ടു, ഇന്നലത്തെ ബഡ്ജറ്റ് മുഴുവൻ വായിച്ചു. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റോ ആണ്. ഈ സർക്കാർ ചെയ്യേണ്ടതല്ല ബഡ്ജറ്റ്, അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ അടുത്ത ഇലക്ഷനിലോട്ട് പോവുകയല്ല നമ്മള്. അതിൽ പോലും കൃഷിക്കാരന് വേണ്ടി എന്തെങ്കിലും ഉണ്ടൊരു വാചകം? അപ്പൊ എന്ത് നിലപാടാണ് അവർക്കുള്ളത്? കേരളത്തെ നിലനിർത്തുന്ന ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ ബഡ്ജറ്റിൽ